ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആടുജീവിതം സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ്, വീട്ടിലെത്തിയതേ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ റിവ്യൂ ഇട്ടോളാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മോനെ, ഈ പടം ഉണ്ടല്ലോ, ദി ഗോഡ് ലൈഫ് ആടുജീവിതം, പൊളി ഐറ്റം. ഡിയർ ബ്ലസ്സി സാർ, ഡിയർ പൃഥ്വിരാജ് സാർ, ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ, മിസ്റ്റർ റഹ്മാൻ സാർ, എല്ലാവരും എല്ലാ മേഖലയും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പടം. എവിടെയും എങ്ങും ഒന്നും പറയാനില്ല, എല്ലായിടത്തും അടിപൊളി പടം. മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് അടിപൊളി, എന്ന് അതിമനോഹരമായ മേക്കിംഗ് നടന്ന അടിപൊളി അഭിനയത്തായാലും എല്ലാ തരത്തിലും വളരെ മെച്ചപ്പെട്ട് നിൽക്കുന്ന സൂപ്പർ ഒരു പടം. നിങ്ങൾ കൊടുക്കുന്ന പൈസ 2 ഇരട്ടിയല്ല 100 ഇരട്ടി നിങ്ങൾക്ക് മുതലാവും. അത്തരത്തിൽ ഉള്ള ഒരു കിടിലൻ പടം. പൃഥ്വിരാജ് സാറിൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ഈ പടത്തിൽ ഒത്തിരി സംസാരമായത്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം, കാരണം അതൊരു സർപ്രൈസാണ്. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചേഞ്ച് ആവാൻ പറ്റൂ? എന്തൊരു ഡെഡിക്കേഷൻ ആണെന്നറിയാം, വേറെ ലെവല്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച ഒരു പയ്യനുണ്ട്, എന്തോ ഹക്കീമോ എന്താന്നാണ് പേര്. എൻ്റെ മോനെ ഞെട്ടിച്ചു കളഞ്ഞ അവന്റെ അഭിനയം. അവനൊക്കെ വേറെ ലെവൽ. എവിടെയുടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം, എനിക്കൊരു പിടുത്തമില്ല ഇങ്ങനെ. എൻ്റെ മോനെ, അടിപൊളി പടം എല്ലാ തരത്തിലും. അതായത് മ്യൂസിക് വേണ്ട സ്ഥലത്ത് അത് കറക്റ്റ് ഹൈപ്പായിരുന്നു. നമുക്ക് ഓരോ ഇമോഷണൽ വരുന്ന സിറ്റുവേഷനിലെല്ലാം മ്യൂസിക് കറക്റ്റ് ടൈമിൽ അത് കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് ആണ്, എന്നാലും പറയാം, ഈ ഗൂസ് ബംസ് ഉണ്ടല്ലോ തിയേറ്ററിൽ നിന്നും, ഓഹോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. അതുപോലെയാണ് ഇമോഷണൽ സീൻസ്, നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ആ തരത്തിലാണ് മേക്കിംഗ്. ഫുൾ ഡെഡിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ടും നിങ്ങൾ ഉദ്ദേശിനെക്കാട്ടിയും ഒരു പടി മുന്നിലാണ്. നമ്മളെല്ലാവരെയും നിങ്ങൾ പടം കണ്ട എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഞാനിനി എന്തായാലും ഒന്നും കൂടെ പോയി കാണുമ്പോൾ പടം 1 അല്ല 2 അല്ല എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല കേട്ടോ. ഈ പൃഥ്വിരാജ് ചേട്ടൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ഫോർമേഷൻ വന്നതിന് ശേഷം പറയുന്ന ഡയലോഗ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ വരുന്ന സംസാരത്തിൽ വരുന്ന ആ ഒരു ചേഞ്ച്, മോനെ, അതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ഇങ്ങനെ നമ്മൾ കണ്ണീരിങ്ങനെ പൊട്ടി ഒഴുകുക, ആ ലെവലാണ് കേട്ടോ. നമിച്ചു മോനെ, നമിച്ചു. ഇത് നാഷണൽ അവാർഡല്ല, ഓസ്കാറിന് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ ലെവല്, ഓ, കാരണം എന്താ പറയണ്ട. പിന്നെ അത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ സിനിമാറ്റോഗ്രാഫി. ഒരു കറക്റ്റ് എങ്ങനെയാണ് ഒരു മരുഭൂമി ഇത്രയും നമ്മുടെ ചില സീനുകളിൽ ഇത്രയും കൊണ്ടെത്തിച്ചെന്നുള്ളതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ കാണുക, പോയി കാണുക, പടം കാണുക, എത്രയും പെട്ടെന്ന് പടം പോയി കാണുക, നിങ്ങളത് ആസ്വദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു മലയാളത്തിലൊരു പടം ഉണ്ടെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റിയ, നമ്മുടെ മുന്നിൽ ഇന്ന് ഉയർത്തിപ്പിടിച്ച് കാണിക്കാൻ പറ്റിയ അത്രയും ഗ്യാരണ്ടീഡ് ഫിലിം. സോ ഗായ്സ്, എനിക്ക് തോന്നുന്നു ഓസ്കർ അവാർഡിന് ഉറപ്പായിട്ടും ദി ഗോഡ് ലൈഫ് വന്നിരിക്കും. ഞാൻ ഗ്യാരണ്ടി ആണ്. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എല്ലാ ടീമിനും എൻ്റെ താങ്ക്സ്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഉറപ്പായി ഈ പടം കണ്ടിരിക്കണം. പോയി കാണുക, എൻജോയ് ചെയ്യുക. ഒന്നും പറയില്ല ഇതിൽ കൂടുതൽ. ഓക്കെ ഗൈസ്, താങ്ക് യു.